മന്തിച്ചോറും ചൂരക്കറിയും ചൂര ഫ്രൈയും ചാള ഫ്രൈയും എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അയ്യേ ഇതെന്ത് കോമ്പിനേഷൻ എന്ന് ചിന്തിക്കുന്നവർ ഒരു പ്രാവശ്യം കഴിച്ചു വേണം കേട്ടോ. എൻ്റെ പൊന്നെ മാരക സാധനം. പക്ഷെ ആക്ച്വലി ഞാൻ മന്തിച്ചോറ് നല്ല തുടങ്ങിയത് ആദ്യം ചോറിട്ടായിരുന്നു കേട്ടോ. ചോറിട്ടതിന് ശേഷമാണ് അമ്മ മന്തിച്ചോറ് കൊണ്ടുവന്നത്. ചോറിൻ്റെ കൂടെ ചൂരക്കറിയും ചൂര ഫ്രൈയും നേരത്തെ പറഞ്ഞ ചാള ഫ്രൈയും അവിയലും ഒക്കെ ആയിരുന്നേ. ഇത് കഴിച്ച് കഴിഞ്ഞപ്പോൾ അമ്മ ചോദിച്ചാ മന്തിച്ചോറ് കുറച്ചിരിക്കും ചൂടാക്കി എടുക്കട്ടാന്ന്. പിന്നെ രണ്ടാമൊന്നും ആലോചിച്ചില്ല, അവനെ അങ്ങ് പൂശി. മാത്രമല്ല കുറച്ച് ദിവസം എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയ പുട്ടും ചൂരക്കറിയും ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് അപ്പോൾ അതിനും എനിക്കൊരു അവസരം കിട്ടി. എൻ്റെ മോനെ ചൂര ഫ്രൈനേക്കാൾ എന്നെ ഹഠാത് ആകർഷിച്ചത് ആയിരിക്കണം നെത്തോലി തോരൻ കണ്ടാ. നെത്തോലി ഫ്രൈയോ അല്ല നെത്തോലി കറിയോ അല്ല, നമ്മൾ നല്ല തേങ്ങാ കൊത്തൊക്കെ ഇട്ടിട്ടുള്ള നെത്തോലി തോരൻ ഒരു രക്ഷയില്ല കേട്ടോ. ഇപ്പൊ ഡബ് ചെയ്യുമ്പോഴും എൻ്റെ വായിന്ന് ഉള്ളതോടെയാണേ. വിശാലമായിട്ടുള്ള ഭക്ഷണം കഴിപ്പ് കാരണം രാത്രിയായപ്പോൾ ഫ്രൈ ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ. അങ്ങനെ അമ്മ പറഞ്ഞ് മുട്ട നല്ല ചിക്കി മുട്ടത്തോരനാക്കി തരാമെന്ന്. ഓംലെറ്റും ബുൾസയും പുഴുങ്ങിയ മുട്ടയൊക്കെയാണ് കുറച്ച് ദിവസമായിട്ട് കഴിക്കുന്നത്. ഈ മുട്ടത്തോരൻ കഴിച്ചിട്ട് കുറച്ചായി. ആക്ച്വലി അങ്ങനെ ഒരു ഗംഭീര ദിവസമായിരുന്നേ എന്ന്.